നെഹ്റു നിഷേധിച്ച, നെഹ്റു വെട്ടിക്കളിഞ്ഞ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും മറ്റു മതസ്ഥരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞ വരികൾ അവരെ കൂടി നിർത്തിച്ച് എന്താണ് ഈ ഗോൾവാൾക്കറുടെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ ഗവർണർ ആർലേക്കർ എന്താണ് പാടിച്ചു. 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ, UDF ഭരിച്ചപ്പോൾ 500 രൂപ മാത്രമാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത്. എന്നാൽ 2016 പിണറായി വിജയന്റെ സർക്കാർ വന്നതിന് ശേഷം 10 വർഷം കൊണ്ട് ആ ഓണറേറിയം 9,000 എത്തിച്ചു. BJP UDF ഡീൽ വളരെ കൃത്യമാണ്. ആ ഡീലിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് വൻകിട PR കമ്പനി, കേരളത്തിലെ UDFന്റെ ഏറ്റവും വലിയ PR കമ്പനി മീഡിയ വണ്ണാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ സമൂഹത്തെ ആകെ ഇടതുപക്ഷത്തിനെതിരാക്കാൻ അവർ കണ്ടെത്തിയൊരു മാർഗമാണ് എന്ത്? ഇതാ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പം എന്താണ്, വെള്ളാപ്പള്ളി നടേശന്റെ അഭിഭാഷകനായ രാജീവ് ബാബുവിനെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ പ്രതിരോധത്തെ തകർത്ത് കാവ്യവൽക്കരണം നടപ്പാക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഇടപെടലുകൾക്ക് നിയമസഹായം നൽകിയ, അദ്ദേഹത്തിന്റെ അഭിഭാഷകനായി പ്രവർത്തിച്ച രാജീവ് ബാബുവിനെ VD സതീശന് അദ്ദേഹത്തിന്റെ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറൽ ആക്കുന്നതിൽ ഒരു മനസാക്ഷി കുത്തും. VD സതീശന്റെ കീഴിലുള്ള ഈ UDF ഭരണത്തിന്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹിന്ദുത്വവാദികൾ അവരുടെ അജണ്ട ഇവിടെ ഓരോന്നായി നടപ്പാക്കും. കഴിഞ്ഞ 10 വർഷക്കാലം RSSന്റെ അജണ്ടയെ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. കേരളത്തിലെ 13ാം സർക്കാർ ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. VD സതീശനാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. 2 ഇന്ദിരാ ഗ്യാരണ്ടികൾ അവിടെ ഇന്നലെ പ്രഖ്യാപിച്ചു. അതിനകത്ത് ആദ്യമായി പ്രഖ്യാപിച്ചത് സ്ത്രീകൾക്ക് അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിൽ ഫ്രീ യാത്രയാണ്. രണ്ടാമതായി പ്രഖ്യാപിച്ചത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഒരുപാട് തലവേദന സൃഷ്ടിച്ചതായിരുന്നു ആശാ വർക്കർമാരുടെ സമരം. ആശാ വർക്കർമാർക്ക് അവരുടെ വേതനം 3000 രൂപ വർദ്ധിപ്പിച്ച് വീണ്ടും ജനങ്ങളുടെ ഇടയിൽ വലിയ രൂപത്തിൽ ഒരു ഇഷ്ടം സൃഷ്ടിക്കാനായിട്ട് UDF സർക്കാരിന് സാധിച്ചെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാരുകളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് വളരെ ശക്തമായ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പവും ക്ഷേമ പദ്ധതികളുമൊക്കെ ജനങ്ങളുടെ ബോധത്തിലും ജീവിതത്തിലും സജീവമാണ്. അപ്പോൾ ഏത് ഗവൺമെൻറ് വന്നാലും ക്ഷേമ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമാകും. അതിലേറ്റവും പ്രധാനമാണ്, കാരണം ഇടതുപക്ഷ സർക്കാരിനെതിരായിട്ട് 21,000 രൂപ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ്റെ കാർമ്മികത്വത്തിൽ സമരം ചെയ്തവരാണ് ആശാ വർക്കർമാർ. ആ സമര പന്തലിൽ ചെന്ന് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ ഡിമാൻഡ് അംഗീകരിക്കും. എന്തായിരുന്നു ACCയുടെ ഡിമാൻഡ്? 21,000 രൂപയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ആ സമരമുഖത്ത് നിന്നുകൊണ്ട് 2,000 രൂപ അപ്പോൾ വർദ്ധിപ്പിച്ചു. അത് അംഗീകരിച്ച് സമരം നിർത്താൻ തയ്യാറാകാത്തവരാണ് അവർ. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാ വർക്കർമാർക്ക് 21,000 രൂപ അവരുടെ ആവശ്യം, അതാണ് 21,000 രൂപ വാക്ക് പറഞ്ഞൊന്നുള്ളതല്ല, അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ACCയുടെ സമര നേതൃത്വം അന്ന് ഇടതുപക്ഷ സർക്കാരുമായിട്ട് ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ നിന്നുകൊണ്ടാണ് 21,000 വർദ്ധിപ്പിച്ചാലേ 21,000 പ്രഖ്യാപിച്ചാലേ ചർച്ചയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ VD സതീശൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാരിന് വലിയ ഒരു പ്രൊപ്പഗൻഡ ഇമേജ് ഉണ്ടാക്കാൻ ഞങ്ങളിതാ വാക്ക് പാലിക്കുന്നു, ഞങ്ങളിതാ ഒരു വാഗ്ദാനം നടപ്പാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3,000 രൂപ ആശാ വർക്കർമാർക്ക് വർദ്ധിപ്പിച്ചു. നല്ല കാര്യമാണ്. പാചക തൊഴിലാളികൾക്കും അതേപോലെ തന്നെ പ്രൈമറി അംഗൻവാടി എല്ലാവർക്കും വർധനമുണ്ടാക്കി. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വരുമ്പോൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം വെറും 1000 രൂപയായിരുന്നു. എന്ന് പറഞ്ഞാൽ 5 വർഷക്കാലം ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോൾ, UDF ഭരിച്ചപ്പോൾ 500 രൂപ മാത്രമാണ് ഓണറേറിയം വർദ്ധിപ്പിച്ചത്.
എന്നാൽ 2016 പിണറായി വിജയൻ്റെ സർക്കാർ വന്നതിന് ശേഷം 10 വർഷം കൊണ്ട് ആ ഓണറേറിയം 9,000 എത്തിച്ചു. ആ 9,000 നിന്നാണ് ഇപ്പോൾ 3,000 രൂപ വർദ്ധിപ്പിച്ച് 12,000 ആക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, അത് കേരളത്തിൻ്റെ ക്ഷേമരാഷ്ട്ര പദ്ധതികൾ, അല്ലെങ്കിൽ കേരളം ഇത്തരം സ്കീം വർക്കേഴ്സ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ, ദുർബലര്, അംഗപരിമിതർ, വൃദ്ധർ, വിധവകൾ, ഇവർക്കൊക്കെ എന്താണ് വളരെ പ്രഖ്യാപിതമായത് കേരളത്തിൻ്റെ ബോധത്തിൽ വളരെ സജീവമായിരിക്കുന്നതാണ്. ഇവർക്കൊക്കെ സർക്കാർ എന്ത് നൽകണം എന്നുള്ളത്, പണം നൽകണം, അതിനുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു കേരളത്തിൻ്റെ സാഹചര്യത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇത് ചെയ്യണം. എന്നാൽ വേറൊരു ഭാഗത്ത് നോക്ക്, ഇതേപോലെ തന്നെ പറഞ്ഞാണ് റബ്ബർ കൃഷിക്കാർക്ക് താങ്ങുവില പ്രഖ്യാപിക്കും, ഇത്രയായി ഉയർത്തും എന്ന്. ഇടതുപക്ഷം പ്രഖ്യാപിച്ച താങ്ങുവിലയെ കളിയാക്കി പത്രസമ്മേളനം നടത്തിയാളല്ലേ ഇദ്ദേഹം. എന്തുകൊണ്ടാണ് കൃഷിക്കാരുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നത് പ്രഖ്യാപനത്തിനുണ്ടാകാതിരുന്നത്? അത് ജീവൻ മരണ പ്രശ്നമല്ലേ? വന്നില്ലല്ലോ. അതിന് സമാനമായ രീതിയിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ അത്തരം കാര്യങ്ങളൊന്നും ഒരു തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. ആ തീരുമാന പ്രഖ്യാപനമൊക്കെ എപ്പോഴാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത്? ഗവൺമെൻറ്റിന് സമയം വേണമെന്നുള്ള കാര്യത്തൊന്നും സംശയമില്ല. ആ തീരുമാന പ്രഖ്യാപനം ഇനി ഉണ്ടാകാൻ പോകുന്നതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം തന്നെയാണ് ധനകാര്യമന്ത്രിയോ, അദ്ദേഹം പറഞ്ഞ ഞങ്ങളൊരു വൈറ്റ് പേപ്പർ ഇറക്കാൻ പോവുകയാണെന്നാണ്. എന്താ വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ച സത്യാവസ്ഥ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷെ ചരിത്രബോധമുള്ളവരാണല്ലോ നമ്മൾ. കേരളത്തിൻ്റെ ധനസ്ഥിതി 2016 പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ എത്ര പരിതാപകരമായിരുന്നു. ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്നാണ് കേരളം ദൈനംദിന ഭരണകാര്യങ്ങൾ, ശമ്പളം, പെൻഷൻ മാത്രമല്ല, വിസ്മയകരമായ രീതിയിൽ അടിസ്ഥാന സൗകര്യ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ, 1,00,000 കോടി രൂപയുടെ നിക്ഷേപങ്ങൾ ഉണ്ടാക്കി. അതിനുവേണ്ടി ബജറ്റിന് പുറത്ത്, റവന്യൂ വരുമാനത്തിന് പുറത്ത് വിഭവങ്ങൾ കണ്ടെത്താനുള്ള, വിഭവ സമാഹരണത്തിനുള്ള വളരെ ഭാവനാപൂർണമായ ഇടപെടൽ കിഫ്ബി വഴി നടത്തി. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കേരളത്തിൽ വലിയ മാറ്റം വന്നു. സർക്കാർ ആശുപത്രികൾ, സ്കൂളുകൾ ഒക്കെ മെച്ചപ്പെട്ടു. നല്ല റോഡുകൾ വന്നു. അടിസ്ഥാന സൗകര്യ രംഗത്ത് ചിന്തിക്കാൻ പറ്റാത്ത മാറ്റങ്ങളുണ്ടായി. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ അധികാരം വിട്ടൊഴിയുന്നത് 62 ലക്ഷം പേർക്ക് 2,000 രൂപ വെച്ച് ഒരു തടസ്സവും ഇല്ലാതെ പെൻഷൻ കൊടുത്തുകൊണ്ടാണ്. സ്ത്രീകൾക്ക് 31,40,000-ഓളം 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ധനസഹായം, സുരക്ഷാ സഹായം നടപ്പാക്കിക്കൊണ്ടാണ്. എന്നിട്ടും കേരളത്തിൻ്റെ ബജറ്റിൽ നമ്മുടെ ധനകാര്യമന്ത്രി, മുൻ ധനകാര്യമന്ത്രി വ്യക്തമാക്കിയതുപോലെ 6,000 കോടി മെച്ചം വെച്ചിട്ടാണ് പോയത്. ഇപ്പോൾ 2016 പിണറായി വിജയൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ ട്രഷറിയുടെ അവസ്ഥ എന്തായിരുന്നു? 2026 പിണറായി വിജയൻ അധികാരം ഒഴിഞ്ഞ് VD സതീശൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ട്രഷറിയുടെ നീക്കിയിരിപ്പ് എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൈറ്റ് പേപ്പർ, 2 മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളുടെ മുമ്പിലെത്തിക്കും. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യാണ്. എന്നാൽ ഈ വൈറ്റ് പേപ്പറിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? കേരളം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർ നെറേഷൻ ഉണ്ടാക്കാൻ ആൻ്റണിയെ പോയി കണ്ടപ്പോൾ, ആൻ്റണി ആരാണ്? ഇതിൻ്റെ ആശാനാണ്. 2021 ഇന്ത്യ ഒട്ടുക്കും 2001 ഇന്ത്യ ഭരിക്കുന്ന ആരാ? BJP-യാ. മിസ്റ്റർ വാജ്പേയി പ്രധാനമന്ത്രിയാ. വാജ്പേയി സർക്കാരാണ് ഗ്ലോബലൈസേഷൻ, നരസിംഹറാവു തുടങ്ങി വെച്ച ആഗോളവൽക്കരണത്തിൻ്റെ 2ാം തലമുറ പരിഷ്കാരങ്ങൾക്ക് സെക്കൻഡ് ജനറേഷൻ റിഫോംസ് ആരംഭിച്ചത്. ആ സെക്കൻഡ് ജനറേഷൻ റിഫോംസിൽ ഏറ്റവും പ്രധാനം എന്തായിരുന്നു? സർക്കാരിന് ചെലവ് വരുന്ന വിദ്യാഭ്യാസം, ആരോഗ്യ ചികിത്സ, പൊതുവിതരണം, ഭക്ഷ്യ വിതരണം, ഈ മേഖലകളിൽ നിന്നൊക്കെ ഗവൺമെൻറ് പിന്മാറണം. മാത്രമല്ല ഗവൺമെൻറ് എന്ത് ചെയ്യണം? ചുരുങ്ങണം, ഡൗൺ സൈസിങ് നടപ്പാക്കണം. അതിനുവേണ്ടി സർക്കാരിൻ്റെ എല്ലാ സർവീസുകളിലും പ്രവർത്തിക്കുന്ന ആളുകളുടെ എണ്ണം ചുരുക്കണം. സർക്കാരിൻ്റെ റവന്യൂ വരുമാനം ശമ്പളവും പെൻഷനുമായിട്ട് കൊടുത്താൽ പറ്റില്ല, ചെലവ് ചുരുക്കണം. അതുപോലെ തന്നെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, ലീവ് സറണ്ടർ ഉൾപ്പെടെ നിർത്തണം. ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളിൽ നിന്നാണ് ചെലവ് ചുരുക്കൽ നയത്തിൻ്റെ അതിനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് AK ആൻ്റണി ഗവൺമെൻറ്, സതീശനെ പോലെ തന്നെ AK ആൻ്റണി ഗവൺമെൻറ് എന്ത് ചെയ്ത് ഒരു വൈറ്റ് പേപ്പർ ഇറക്കുന്നു പറഞ്ഞു.
ആ വൈറ്റ് പേപ്പർ ഇറക്കി കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഒരു രക്ഷയില്ല. അതുകൊണ്ട് എന്താണ്, എല്ലാ ആളുകളും മുണ്ട് മുറുക്കി ഒടിക്കണം. ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് എന്ത്? ജനങ്ങൾ മുണ്ട് മുറുക്കി എടുക്കണം. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, രാജ്യത്തുണ്ടാകുന്ന സമ്പത്തിൻ്റെ മഹാഭൂരിപക്ഷം എന്താണ്? ഏതാനും കുത്തകകളുടെ, കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് പോകുന്ന അവസ്ഥ. അപ്പോൾ മിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയി പ്രഖ്യാപിച്ച ഈ ചെലവ് ചുരുക്കൽ നയം, സെക്കൻഡ് ജനറേഷൻ റിഫോംസ്, അത് കേരളത്തിൽ ആന്റണി സർക്കാർ നടപ്പാക്കിയത്, അതിനെ അന്തരീക്ഷം ഒരുക്കിയത് ഒരു വൈറ്റ് പേപ്പറിലൂടെയാണ്. ആ വൈറ്റ് പേപ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളെ, പൊതുവിതരണ സംവിധാനങ്ങളെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒക്കെ കൈയൊഴിക്കുന്ന, അധ്യാപകരുടെയൊക്കെ എണ്ണം കുറക്കണം, അൺ എക്കോണമിക് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ പൂട്ടണം, ഇങ്ങനെയൊക്കെയുള്ള നിലപാടുകളിലേക്ക് വന്നത്. അതുകൊണ്ട് ഈ വൈറ്റ് പേപ്പറും തുടർന്ന് വരുന്ന ചെലവ് വെട്ടിച്ചുരുക്കൽ നയങ്ങളും വലിയൊരു ഭീഷണിയായി കേരളത്തിൻ്റെ തലക്ക് മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആരോഗ്യ ചികിത്സാ മേഖലകളിൽ നിന്ന്, സേവന മേഖലകളിൽ നിന്ന്, പൊതു വികസന കാര്യങ്ങളിലുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനുള്ള, വിഡ്രോ ചെയ്യാനുള്ള ഒരു സൂത്രമായിട്ട് ഈ വൈറ്റ് പേപ്പർ മാറാൻ പാടില്ല. ഇപ്പോൾ വൈറ്റ് പേപ്പർ ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അറിയുക എന്നുള്ളതാണ്. പക്ഷെ ആ സാമ്പത്തിക സ്ഥിതി മോശമാണെങ്കിൽ സമാഹരണത്തിനുള്ള വഴികൾ കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? അതാണല്ലോ പ്രധാനം. അങ്ങനെ വഴികൾ കണ്ടെത്തുമ്പം ജനങ്ങളുടെയൊക്കെ കൂടുതൽ ബാധ്യതകൾ വരുമോ, ഭാരങ്ങൾ വരുമോ എന്നുള്ള പ്രശ്നത്തിന് മറുപടി പറയണം. അല്ലാതെ പണക്കാരിൽ നിന്ന് നികുതി പിരിക്കുമോ? UDF സർക്കാരുകളുടെ മുൻ അനുഭവങ്ങളെല്ലാം എന്താണ്? പണക്കാരെ ഒഴിവാക്കലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോഴി ഇറക്കുമതി ചെയ്യുന്ന ആളുകൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നികുതി ഇളവ് നൽകിയ ഗവൺമെൻറ് ആയിരുന്നു ആയത്, ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്. അതിന് മുമ്പത്തെ മിസ്റ്റർ AK ആൻ്റണിയുടെ ഗവൺമെൻറ്, അത് ആൻ്റണി സർക്കാരിലെ ധനകാര്യമന്ത്രി ശങ്കരനാരായണായിരുന്നു, PV ശങ്കരനാരായണൻ. അയാൾക്കെതിരായിട്ട് വലിയ ആരോപണം, തമിഴ്നാട്ടിലെ ചില ലോബികളുമായി ബന്ധപ്പെട്ട് നികുതി വെട്ടിപ്പിന് കൂട്ടുനിന്നു എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. അപ്പോൾ UDFൻ്റെ ഭരണം എന്ന് പറയുന്നത് സത്യസന്ധമായ ഒരു സാമ്പത്തിക രാഷ്ട്രീയ ഇടപെടൽ വികസന രംഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാനാവാത്തതാണ്. സതീശന് അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ കഴിയുമെങ്കിൽ അത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇവിടെ തുടങ്ങി വെച്ചതും ലോകോത്തരവുമായ ക്ഷേമ പദ്ധതികളെ, വികസന പദ്ധതികളെ അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും? മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് അദ്ദേഹം. അതെ, കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു. പക്ഷെ എന്താണ്, വൈറ്റ് പേപ്പർ വന്ന ആകെ പ്രതിസന്ധിയാണ് എന്ന് പറഞ്ഞിട്ട് ചെലവ് ചുരുക്കലിലേക്ക് പോകരുത്, ആന്റണിയുടെ നയം സ്വീകരിക്കരുത്. ആന്റണിയുടെ നയം അതാണ് UDFനെ ഇപ്പം നയിക്കുന്നത്. നയം നമുക്കറിയാലോ, UDFനെ നയിക്കുന്നതാണ്. എന്താണ് UDFൻ്റെ പിറകിലുള്ള ഈ കേരളത്തിലെ എക്കണോമിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആന്റണിയുടെ നയമാണ്. ആന്റണിയുടെ നയം രൂപീകരിച്ചതാണ് ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്, പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന PDP എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്. ആ കമ്പനിയാണ് ആന്റണിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ എങ്ങനെ സാമ്പത്തിക ക്രമീകരണം എന്ന് പറഞ്ഞാൽ ചെലവ് ചുരുക്കലടക്കം നടപ്പാക്കണം എന്നുള്ള ഗവേഷണം നടത്തിയത്. അവരുടെ റിസർച്ച് പേപ്പറാണ്. ആ റിസർച്ച് പേപ്പർ അനുസരിച്ച് അവരെന്താണ് പറഞ്ഞത്? കേരളത്തിന് 3500 കോടി രൂപയുടെ അടിയന്തര ആവശ്യമുണ്ട്. അതായിരുന്നു വാങ്ങിക്കുക ADB നിന്ന്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ നിന്ന്. അപ്പോൾ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് 3500 കോടി രൂപ വായ്പ നൽകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത സർക്കാർ സേവന മേഖലകളിൽ നിന്ന് സർക്കാർ പിന്മാറണം. അതുപോലെ തന്നെ വലിയ ധനവാന്മാർക്കുള്ള നീതികളൊന്നും ചുമത്തരുത്. സർക്കാരിൻ്റെ സേവനങ്ങൾക്കുള്ള ചെലവ് അതിൻ്റെ ഗുണഭോക്താക്കളായ ജനങ്ങളിൽ നിന്ന് തന്നെ വസൂലാക്കണം, കോസ്റ്റ് റിക്കവറി നടപ്പാക്കണം. ഇതൊക്കെയായിരുന്നു ഈ നയങ്ങൾ. UDFൻ്റെ പ്രഖ്യാപിത നയമാണ്. ആ നയങ്ങൾ കേരളത്തെ തകർത്തു എന്നുള്ളതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നയവും വികസന പദ്ധതിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ചത്. അത് മലയാളിയുടെ ജീവിത ഗുണനിലവാരത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. മനുഷ്യ വികസനത്തിൻ്റെ ഗുണനിലവാര സൂചിക വെച്ച് നോക്കുമ്പോൾ വികസിത സമൂഹങ്ങൾക്ക് ഏറെക്കുറെ സമാനമായ ആയുർദൈർഘ്യം, സാക്ഷരത, ഉന്നത വിദ്യാഭ്യാസം കേരള സമൂഹത്തെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും സുതാര്യമായ. നീതി ആയോഗിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഭരണത്തിലെ ട്രാൻസ്പെറൻസി, അഴിമതിയില്ലായ്മ, ഇക്കാര്യത്തിലൊക്കെ ഇന്ത്യയിലെ ഒന്നാമത്തെ
സംസ്ഥാനമാണ് കേരളം, നമ്പർ 1 സംസ്ഥാനമാണ് കേരളം. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഒരൊറ്റ വർഗീയ സംഘർഷം പോലും ഉണ്ടാകാത്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഇതൊക്കെ നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള ആസൂത്രണവും പരിപാടികളും ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് കേരളത്തിൻ്റെ ഭാവിയിലും വർത്തമാനത്തിലും ഉത്കണ്ഠയുള്ള എല്ലാ ആളുകളും വി.ഡി. സതീശൻ ഗവൺമെൻറ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയൊരു ആരോപണമായിരുന്നു ഇടതുപക്ഷ സർക്കാരും BJP തമ്മിലുള്ള ഡീലുകൾ, പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഡീലുണ്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ അന്ന് പ്രതിപക്ഷത്തിരുന്ന UDF വലിയ രൂപത്തിൽ ഉന്നയിച്ചിരുന്നു. എന്നാൽ അതേ UDFൻ്റെ സർക്കാർ വരുമ്പോഴാണ് അവരുടെ നേതാവായിട്ടുള്ള ജവഹർലാൽ നെഹ്റു 2 സ്റ്റാൻസയിൽ വന്ദേമാതരം ചുരുക്കണമെന്ന് പറഞ്ഞെടുത്ത് നിന്ന് അവരുടെ സർക്കാർ വരുമ്പോൾ മുഴുവനായും വന്ദേമാതരം ചൊല്ലുന്നൊരവസ്ഥ വരുന്നു. അവരൊരു പുതിയൊരു അഡ്വക്കേറ്റ് ജനറലിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാൻ, നമ്മുടെ മുൻ ഗവർണറായിട്ടുണ്ടായിരുന്ന പിണറായി വിജയൻ സർക്കാരിന് വലിയ രൂപത്തിൽ തലവേദന സൃഷ്ടിക്കാനൊക്കെ ശ്രമിച്ചിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനിൻ്റെ അഡ്വക്കേറ്റായിരുന്ന ഒരാളാണ് നമ്മുടെ AG ആയിട്ട് വരുന്നത്. ഇതൊക്കെ ഒരു നമുക്ക് വി.ഡി. സതീശനിൽ നിന്ന് ഒരു ഹിന്ദുത്വയിലേക്കുള്ള ഒരു മാറ്റമായിട്ട് ഉള്ളൊരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, പഹിമായിട്ട് ഞാൻ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ സംസാരിക്കുന്ന സമയത്ത് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. BJP UDF ഡീൽ വളരെ കൃത്യമാണ്. ആ ഡീലിനെ മറച്ചു വെക്കാൻ വേണ്ടിയാണ് വൻകിട PR കമ്പനി, കേരളത്തിലെ UDFൻ്റെ ഏറ്റവും വലിയ PR കമ്പനി മീഡിയ വണ്ണാണ്. മീഡിയ വൺ ഒരു മാധ്യമ സ്ഥാപനം എന്നുള്ള നിലക്ക് നമ്മളതിനെ കുറ്റപ്പെടുത്തുകയല്ല. അവരെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് UDFനെ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികൾ ഉൾപ്പെടെയുള്ള മതനിരപേക്ഷ സമൂഹത്തെ ആകെ ഇടതുപക്ഷത്തിനെതിരാക്കാൻ അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് എന്ത്? ഇതാ CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട്. വെള്ളാപ്പള്ളി തൊട്ട് PM ശ്രീ വരെയുള്ള നിരവധി സംഭവങ്ങൾ അവരെന്താണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. അങ്ങനെ മൈനോറിറ്റി വിഭാഗങ്ങളെ ഇടതുപക്ഷത്തിൽ നിന്ന് അകറ്റാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്രതീതി നിർമ്മാണം അവർ നടത്തി. ആ പ്രതീതി നിർമ്മാണത്തിലൂടെയാണ് പരമ്പരാഗതമായി ഇടതുപക്ഷവുമായി സഹകരിച്ചു പോയിരുന്ന വലിയ വിഭാഗം നമ്മുടെ സിവിൽ സമൂഹത്തിലെ ബുദ്ധിജീവികൾ, മതനിരപേക്ഷ വിശ്വാസികൾ, പിന്നെ മൈനോറിറ്റി വിഭാഗത്തിലെ വലിയൊരു വിഭാഗം അവരുടെ വോട്ടുകൾ UDF അനുകൂലാക്കി തീർത്തത്. അതേസമയത്ത് തന്നെ മറുഭാഗത്ത് എന്താണ്? എല്ലാ സ്ഥലത്തും കൃത്യമായ ഡീലാണ്. 3 അസംബ്ലി മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു. BJP ജയിച്ച 3 അസംബ്ലി മണ്ഡലങ്ങളിലും, കഴക്കൂട്ടൻ, നേമം, ചാത്തന്നൂർ, 3 അസംബ്ലി മണ്ഡലങ്ങളിലും എന്താണ് കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ഞാൻ ബഹീമിനോട് ചോദിച്ചിട്ടുണ്ട്, കോൺഗ്രസ് വിചാരിച്ചിരുന്നെങ്കിൽ UDFന് BJPയെ തോൽപ്പിക്കണമെന്ന് ധാരണയുണ്ടെങ്കിൽ ഈ 3 മണ്ഡലങ്ങളിലും BJP തോൽക്കില്ലേ? അതെ. അപ്പോൾ ഇടതുപക്ഷം തോൽക്കണം എന്നുള്ളത് കൊണ്ടാണ് BJP അവർ സഹായിച്ചത്. അതിൻ്റെ പ്രത്യുപകാരമായിട്ട് BJP എന്താണ്, കോൺഗ്രസ് UDF ജയിച്ചിരിക്കുന്ന 102 മണ്ഡലങ്ങളിലും അവർക്ക് എന്തുണ്ട്, സഹായം കിട്ടിയിട്ടുണ്ട്. വോട്ടിൻ്റെ കണക്കുകൾ വെച്ച് ഇപ്പോൾ പരിശോധിച്ച് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഈ രഹസ്യ ബാന്ധവം ഇപ്പം എന്താണ്, എല്ലാം മറയും നീക്കി പുറത്തു വരികയാണ് പരസ്യമായിട്ട്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണിത്. RSSൻ്റെ അജണ്ടയാണ് സത്യപ്രതിജ്ഞ തൊട്ടിട്ടുള്ള എല്ലാ ചടങ്ങുകളിലും വന്ദേമാതരം പാടിക്കുക എന്നുള്ളത്. തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടു TVKയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ. പക്ഷെ കേരളത്തിൽ തീർച്ചയായിട്ടും പുതിയ മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതിൻ്റെ സത്യപ്രതിജ്ഞയുടെ ഘട്ടത്തിൽ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു ഗവർണറോട്, നമ്മുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ എന്തൊക്കെയാണ് പരിപാടി. അവർ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഗവർണർ ഹൗസ്, ലോക് ഭവൻ എന്താ പറഞ്ഞത്, അവിടെ മറ്റാരെയും ഇരുത്തില്ല, അതിഥികളെ ഇരുത്തില്ല എന്നാണ്. അപ്പോൾ ഇവരെന്ത് പറഞ്ഞു, അതിഥികളെ ഇരുത്താൻ സൗകര്യം ഉണ്ടാക്കണം. അതിഥികളെ ഇരുത്താൻ സൗകര്യം ഉണ്ടാക്കണം എന്ന കാര്യത്തിൽ ഗവർണറോട് പറഞ്ഞ ആളുകൾ, അതിനേക്കാൾ പ്രധാനമല്ലേ ഇന്ത്യയിലെ ഭൂരിപക്ഷ മതത്തിൻ്റെ ദൈവങ്ങളെ സ്തുതിക്കുന്ന, ഹിന്ദുമത ദൈവങ്ങളെ സ്തുതിക്കുന്ന, വഹീ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ
പാടാൻ പാടില്ലെന്ന് പറഞ്ഞ് വെട്ടിക്കളഞ്ഞ വരികളാണ് ഈ വന്ദേ മാതരത്തിൻ്റെ 6 ചരണങ്ങൾ, 6 ഈരടികൾ എന്ന് പറയുന്നത്, സ്റ്റാൻസകൾ. അതിൽ 2 നമ്മൾ അംഗീകരിച്ചിട്ടുള്ളൂ. 1937 AICC സമ്മേളനത്തിൽ ഈ ഗാനം പാടാൻ, വന്ദേ മാതരം പാടാൻ തീരുമാനമുണ്ടായിരുന്നു. നെഹ്റു അത് പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവിടെ ജവഹർലാൽ നെഹ്റു അതിന് നൽകിയ വിശദീകരണം എന്താണ്? അത് ഇന്ത്യയിലെ ഒരു പ്രത്യേക മതത്തിൻ്റെ ദൈവങ്ങളെ സ്തുതിക്കുന്നതാണ്, ഹിന്ദു മത ആരാധനയുമായി ബന്ധപ്പെട്ട ബിംബങ്ങളെ അവതരിപ്പിക്കുന്നതാണ്. അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വൈകാരികമായി പറ്റുന്ന കാര്യമല്ല, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തും അതുകൊണ്ട് അതൊരിക്കലും പാടാൻ പാടില്ലെന്ന് പറഞ്ഞു. അതിലെ 2 സ്റ്റാൻസ മാത്രം പാടാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഭരണഘടന പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ 1950 നെഹ്റു എന്ത് ചെയ്ത്, നമ്മുടെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെ അംഗീകരിച്ചപ്പോൾ അതിലെ 2 സ്റ്റാൻസ മാത്രം അംഗീകരിച്ച് ബാക്കി ഭാഗം എന്ത് ചെയ്ത് 4 സ്റ്റാൻസുകൾ ഒഴിവാക്കിയത്. ഇതിപ്പം RSSൻ്റെ അജണ്ടയിൽ നിന്നാണ് നമ്മുടെ അലേക്കർ പ്രവർത്തിക്കുന്നത്, ഗവർണർ പ്രവർത്തിക്കുന്നത്. RSS പ്രചാരക്കാണ് പഴയ. അദ്ദേഹം വളരെ കൃത്യമായിട്ട് എന്താണ് ചടങ്ങിൽ വന്ദേ മാതരം പാടി. അതിൻ്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ പേരക്കുട്ടികളാണ് ഈ പ്രിയങ്ക ഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും. ആ 2 പേരക്കുട്ടികളും എന്താണ് എഴുന്നേറ്റ് നിന്ന് വളരെ ആദരപൂർവം എന്താണ് നെഹ്റു നിഷേധിച്ച, നെഹ്റു വെട്ടിക്കളിഞ്ഞ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെയും മറ്റു മതസ്ഥരുടെയും വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞ വരികൾ അവരെ കൂടി നിർത്തിച്ച് എന്താണ് ഈ ഗോൾവാൾക്കറുടെ ശിഷ്യനായിട്ടുള്ള നമ്മുടെ ഗവർണർ ആർലേക്കർ എന്താണ് പാടിച്ചു. എത്ര ദുഃഖകരമാണ്, എത്ര പ്രതിഷേധകരമാണ് ഈ സംഭവം. ഇത് മാറ്റിക്കൂടായിരുന്നു. അപ്പം RSSൻ്റെ അജണ്ട എതിർക്കപ്പെടേണ്ട ഒന്നായിട്ട്, തടയേണ്ട ഒന്നായിട്ട് കാണുന്നില്ല. ഞാനതിൽ അത്ഭുതപ്പെടുന്നില്ല. കാരണം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ, സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാനുള്ള മുഹമ്മദ് ആരിഫ് ഖാൻ്റെ സർവ്വതോന്നിയാസങ്ങൾക്കും ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലുകൾക്കും സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇടപെടലുകൾക്ക് സഹായം ചെയ്തു കൊടുത്താരാ? ഈ സതീശനും കൂട്ടരുക, ഇപ്പോഴത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശനും കൂട്ടരുക. സേവ് എഡ്യൂക്കേഷൻ അല്ലേ, സേവ് യൂണിവേഴ്സിറ്റി ഒരു ക്യാമ്പയിൻ കമ്മിറ്റി ഇല്ലേ, SUCക്കാരും കോൺഗ്രസിൻ്റെ സർവീസ് സംഘടനാ നേതാക്കളും ഇല്ലേ എൻ്റെ ആൾക്കാർ, റിട്ടയർ ചെയ്ത് ശശികുമാർ എന്നൊക്കെ പറഞ്ഞ ആളാണ്. ഇവരാണ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ കൂടെ ചേർന്നിട്ട് കേരളത്തിലെ സർവകലാശാലകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചുള്ള കാവ്യവൽക്കരണ അജണ്ട ഇംപ്ലിമെൻ്റ് ചെയ്യാൻ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത്. അങ്ങനെയാണല്ലോ കേരള സർവകലാശാലയിലൊക്കെ VC RSS നോമിനി വന്നത്, നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയാണല്ലോ വന്നത്, കോൺഗ്രസ്സുകാരുടെ സഹായത്തോടെ. അതെ, സെനറ്റിലടക്കം സെനറ്റ് അംഗങ്ങളെ വരെ വന്ന എന്താണ് കോൺഗ്രസ്സുകാരുടെ സഹായത്തോടു കൂടിയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഗവർണറുടെ അഡ്വക്കറ്റായി പ്രവർത്തിച്ച, അഭിഭാഷകനായി പ്രവർത്തിച്ച ആളാരാണ്? അഡ്വക്കേറ്റ് രാജു ബാബു. കേരള ഗവർണറുടെ അഡ്വക്കറ്റായി ഈ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് ആര്? അയാൾക്ക് വേണ്ടി കോടതിയിൽ പോയ ആളാരാണ്? ഈ രാജു ബാബു. ആ അഡ്വക്കേറ്റ് രാജു ബാബുവിനെയാണ് VD സതീശൻ എന്താക്കിയിരിക്കുന്നത്, ഈ സർക്കാരിൻ്റെ AG അഡ്വക്കേറ്റ് ജനറലായി നിയമോപദേശകനായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇതിലപ്പുറത്ത് എന്ത് വിശദീകരണമാണ് വേണ്ടത്? ഇദ്ദേഹം ഇടക്കാലത്ത് രാജിവെച്ചു എന്നുള്ളൊരു ന്യായം പറയുന്നുണ്ട്. പക്ഷെ രാജിവെച്ചപ്പോൾ ഇയാളുടെ ഭാര്യ അഡ്വക്കേറ്റ് വിജയലക്ഷ്മിയാണ് ആരെ ഗവർണറുടെ കേസ് നടത്തിയത്. എന്നു മാത്രമല്ല, ഈ രാജു ബാബുവിനെ കുറിച്ച് ഇപ്പോൾ വളരെ വിചിത്രമായ ചില കാര്യങ്ങളും പുറത്തു വരിക. ഇദ്ദേഹം നമ്മുടെ വെള്ളാപ്പള്ളി നടേശനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വക്കീലാണ്. ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു, പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ കാറ് കയറ്റി. പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറം ജില്ലയെ വിമർശിച്ചപ്പോൾ അതിനെ എതിർത്തില്ല, അതിനെ ശക്തമായി പ്രയോഗിച്ചില്ല. മലപ്പുറം ജില്ലയെ വിമർശിച്ചതും മലപ്പുറം ജില്ലക്കെതിരായിട്ട് അപവാദം പറഞ്ഞതും ന്യൂനപക്ഷങ്ങളെ അപഹസിച്ചതും വിദ്വേഷ പ്രചരണം നടത്തിയതും ഒക്കെ മാപ്പർഹിക്കാത്ത കാര്യം, അതിനെ ശക്തമായി എതിർക്കേണ്ടത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പം എന്താണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിഭാഷകനായ രാജു ബാബുവിനെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ പ്രതിരോധത്തെ തകർത്ത് കാവ്യവൽക്കരണം നടപ്പാക്കാൻ
ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ ഇടപെടലുകൾക്ക് നിയമസഹായം നൽകിയ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായി പ്രവർത്തിച്ച രാജീവ് ബാബുവിനെ വി ഡി സതീശന് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ ആക്കുന്നതിൽ ഒരു മനസാക്ഷി കുത്തുമില്ല. അതെന്താ കാണിക്കുന്നത്? കാര്യങ്ങൾ കൃത്യമാണ്. ഫഹീം ചോദിച്ചില്ലേ ഡീലുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഡീൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽപ്പിക്കാൻ വേണ്ടിയല്ല. ഇടതുപക്ഷം തോൽക്കും, അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിച്ചും വരും, തോൽവിയൊന്നൊരു പ്രശ്നമല്ല. പക്ഷേ അതെന്തിനുള്ള ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സാമൂഹ്യ മണ്ഡലത്തിൽ സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ടക്ക്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയ അജണ്ടക്ക് വേര് പിടിപ്പിക്കാനുള്ളതാണ്. വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഏത് നയങ്ങളെ അവർ എതിർക്കുന്നത്? കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത്, കെ ടി ജലീൽ ഈ ഖുറാനിൽ പിന്നെ ഇത് കടത്തി, സ്വർണം കടത്തി, ഇത്ത പഴത്തിൻ്റെ ഉള്ളിൽ സ്വർണം കടത്തി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ആരോപണമാണ് നടത്തിയത്? ആ ക്യാമ്പയിനുകൾക്കെല്ലാം ബി ജെ പിയും ഒന്നിച്ചു നിന്ന് ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയ ആരാണ്? കോൺഗ്രസ്സുകാരാണ്, UDF ആണ്. അപ്പോൾ UDFും ബി ജെ പിയും തമ്മിൽ നേരത്തെ മുതൽ തന്നെ എന്തുണ്ട്? ഒരു ടൈപ്പ്. എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ്. ഇടതുപക്ഷം അധികാരത്തിൽ നിന്ന് പോകുന്ന സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി ബി ജെ പി കേരളത്തിൽ വേര് പിടിപ്പിക്കാനും അവരുടെ അജണ്ടകൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ആ അജണ്ടകൾ നടപ്പാക്കാൻ ഭരണ സംവിധാനത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് കീ പൊസിഷനുകളിൽ RSSന് വേണ്ടി നിലകൊള്ളുന്ന ആളുകൾ വരുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഗവർണറുമായിട്ടുള്ള ഒരു പ്രശ്നം കൊണ്ടുപോയി ഭരണം സ്തംഭിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരണ്ട എന്നുള്ള കാരണം കൊണ്ടാവാമല്ലോ ഇങ്ങനെയൊരു പ്രശ്നത്തിൽ വി ഡി സതീശൻ ഇടപെടാതിരുന്നത് എന്നുള്ള രൂപത്തിൽ വലതുപക്ഷ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഒരു നയജ്ഞതയാണെങ്കിലും വി ഡി സതീശൻ ഗവർണറോട് ഇത് പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പാടില്ലെന്ന് പറഞ്ഞ് ഗവർണർ വാശി പിടിക്കുകയാണെങ്കിൽ ഓക്കെ, അത് സമ്മതിക്കലേ കഴിയുള്ളൂ. കാരണം ലോക്ഭവനാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും തീരും. അതിൽ അവർക്കാണ് സോവറിൻ അധികാരം. അതിലൊന്നും ഇടപെടാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞില്ലല്ലോ. വി ശിവൻകുട്ടി ഭാരതാംബയുടെ ചിത്രം വെക്കാനും വന്ദേ ഭാരതം ചൊല്ലാനും സമ്മതിച്ചില്ലല്ലോ. അതുകൊണ്ട് എന്താ ആകാശം ഇടിഞ്ഞു വീണോ? കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിഷേധാത്മക സമീപനം ഫെഡറലിസത്തോടുള്ള അവരുടെ നിലപാടിൻ്റെ ഭാഗമാണ്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഫെഡറലിസത്തെ തകർക്കുന്ന അവരുടെ അജണ്ടയെ രാഷ്ട്രീയമായിട്ട് എതിർക്കുകയും ചെയ്യണം. അങ്ങനെ എതിർത്തുകൊണ്ട് തന്നെ എന്താണ്? മതനിരപേക്ഷ നിലപാടിൽ ഒരു കാരണവശാലും വെള്ളം ചേർക്കാൻ പാടില്ല. ഫഹീമ് വായിച്ചിട്ടുണ്ടോ എന്ന് ഞാനറിയില്ല. ഏപ്രിൽ മാസം 9-ാം തീയതി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ? ഇൻഡോർ മുനിസിപ്പാലിറ്റി കൗൺസിലിൽ അവിടെ ഇതുപോലെ വന്ദേ മാതരം പാടാൻ BJP കൗൺസിൽ തീരുമാനിച്ചു. മുന്നാലാൽ എന്ന BJPക്കാരനാണ് അതിൻ്റെ ചെയർമാൻ. കോൺഗ്രസ് അവരുടെ കൂടെ നിന്ന്, കാരണം സതീശന്മാരായിരിക്കും ഈ കോൺഗ്രസ് നേതാക്കളെല്ലാം, കോൺഗ്രസ് അതിൻ്റെ കൂടെ നിന്ന്. പക്ഷെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച 2 ധീരവനിതകൾ, 2 സഹോദരിമാർ, ഫൗസിയ ഷെയ്ഖും റൂബിന ഇക്ബാലും, അതാണ് അവരുടെ പേര്. ഈ 2 പേരും എന്താണ്? അതിനെ എതിർത്തു, ശക്തമായി എതിർത്തു. എതിർത്തപ്പോൾ എന്താണ്? ചെയർമാൻ മുന്നാലാൽ ഈ 2 പേരെയും കൗൺസിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയപ്പോൾ സ്വന്തം അംഗങ്ങളെ, കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച് കൗൺസിലർമാരായ ആളുകളെ BJP വന്ദേ മാതരം പാടാൻ ഞങ്ങൾ തയ്യാറാവില്ല, അത് ഭരണഘടനാ വിരുദ്ധമാണ്, ഭരണഘടനാപരമായി പാടേണ്ട ബാധ്യത ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ച ആൾക്കാരെ കൗൺസിൽ യോഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ എന്താ കോൺഗ്രസ്സുകാർ ചെയ്തത്? അവിടെ കോൺഗ്രസിൻ്റെ അവിടുത്തെ വക്താവ് മിസ്റ്റർ KK മിശ്രയാണ്, ഇൻഡോർ മുനിസിപ്പാലിറ്റി കൗൺസിലിൽ. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്, ഇവർ ഈ 2 കോൺഗ്രസ് കൗൺസിലർമാർ ഫൗസിയയും റുബിനയും ഇവർ 2 പേരും നമ്മുടെ ദേശീയ വികാരത്തെയാണ് വ്രണപ്പെടുത്തിയത്. നമ്മുടെ ദേശീയതയുടെ ഭാഗമാണ് വന്ദേ മാതരം. കോൺഗ്രസിൻ്റെ നിലപാടാണോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെഹ്റു AICC സമ്മേളനത്തിൽ ഇത് പാടുന്നത് തടഞ്ഞതാണ്. 1957
ഇതിൽ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ ഇതിലെ 2 സ്റ്റാൻസുകൾ മാത്രമാണ് ദേശീയ ഗീതമായി നമ്മൾ അംഗീകരിച്ചത്. ബാക്കി ഹിന്ദു ദൈവാരാധനയുമായി ബന്ധപ്പെട്ട സ്തുതിഗീതമാണ്. അതുകൊണ്ട് ഇത് ഒരു സെക്കുലർ രാഷ്ട്രത്തിന് ദേശീയ ഗീതമായി കാണാൻ പറ്റില്ല. അങ്ങനെ മാറ്റിവെച്ചതാണ്. റുബിനെയും ഫൗസിയെയും സഭയിൽ നിന്ന് പുറത്താക്കി. അവർ ദേശീയ വികാരത്തെ വ്രണപ്പെടുത്തുന്ന രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെട്ടു. അപ്പോൾ ആ 2 സ്ത്രീകളും മാധ്യമങ്ങളോട് പറഞ്ഞതെന്നറിയോ, ഞങ്ങളുടെ തലമുറ ഇതിനേക്കാൾ വലിയ ഭീഷണികൾ, വലിയ ആക്രമണങ്ങൾ ഇവരുടെ മുൻ തലമുറയിൽ നിന്ന് അനുഭവിച്ചവരാണ്. അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ വീഴില്ല. അപ്പോൾ പത്രക്കാരവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കോൺഗ്രസിൻ്റെ നിലപാടിന് വിരുദ്ധമായ നിലപാടെടുത്തതിൻ്റെ പേരിൽ നിങ്ങളെ പുറത്താക്കില്ലേ? നിങ്ങൾക്ക് കൗൺസിൽ സ്ഥാനം രാജിവെക്കേണ്ടി വരില്ല, നിങ്ങളെ പുറത്താക്കിയാൽ. അപ്പോൾ അവരെന്താ പറഞ്ഞതെന്നറിയോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സ്വതന്ത്ര ടിക്കറ്റിൽ മത്സരിച്ച് വീണ്ടും ഈ കൗൺസിലിലേക്ക് വരും. അപ്പോൾ കോൺഗ്രസിൻ്റെ ഇൻഡോറിലെ 2 മുനിസിപ്പൽ കൗൺസിലർമാരായ വനിതകൾക്കുണ്ടായ മതനിരപേക്ഷ രാഷ്ട്രീയ ബോധം പോലും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, KPCC, കേരളത്തിലെ കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് VD സതീശൻ കാണിച്ചില്ല എന്നാണ് വരുന്നത്. അത് നിസ്സാരമായ കാര്യമല്ല. അത് എന്താണ്, ഈ ബുദ്ധിജീവികളൊക്കെ ന്യായീകരിക്കുന്ന പോലെ എന്താണ്, ഗവർണറായിട്ടൊരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ഉടക്കുണ്ടാക്കണ്ട, അങ്ങനെ ഭരണമാകെ അവതാളത്തിലാകണ്ട എന്നുള്ള ഒരു നയതന്ത്രജ്ഞതയുടെ ഭാഗവുമല്ലത്. അതൊരു നിലപാടിൻ്റെ പ്രശ്നമാണ്. ഈ വന്ദേ മാതരം, അതിലെ വരികൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ദൈവങ്ങളെ സ്തുതിക്കുന്നതാണ്. ആ ദൈവങ്ങളെ സ്തുതിക്കുന്ന ഒരു ഗീതം മുസ്ലിം മതവിശ്വാസികൾക്ക് പാടാൻ പറ്റുമോ? ക്രൈസ്തവ മതവിശ്വാസികൾക്ക് പാടാൻ പറ്റുമോ? ഹിന്ദുക്കളല്ലാത്ത മറ്റ് മതവിശ്വാസികൾക്ക് പാടാൻ പറ്റുമോ? ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ഒരു സെക്കുലർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതായത് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പ്രശ്നമല്ല, മതപ്രശ്നമല്ല. ഇതൊരു പൊളിറ്റിക്കൽ പ്രശ്നമാണ്. ആ പൊളിറ്റിക്കൽ പ്രശ്നമാണ് സഖാവ് PA മുഹമ്മദ് റിയാസ് ഇന്നലെ തന്നെ ഫേസ്ബുക്കിലൂടെ സൂചിപ്പിച്ചത്. അങ്ങനെ വന്നപ്പോഴെന്താണ്, വി മുരളീധരനെ പോലെയുള്ള BJP MLA-മാർ, BJP നേതാക്കൾ അദ്ദേഹത്തെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ചു. അദ്ദേഹത്തെ ഒരു മതവാദിയായിട്ട് ചിത്രീകരിച്ചു. ഇത് മതത്തിൻ്റെ പ്രശ്നമാണോ? സെക്കുലറിസത്തിനെ, നമ്മുടെ സമൂഹത്തിൻ്റെ ബഹുസ്വരതയെ, ബഹുവിശ്വാസത്തെ, ബഹുസംസ്കൃതിയെ ആകെ ഉൾക്കൊള്ളാനാണ് ഭരണഘടന എന്ത് ചെയ്തത്? ഇതിലെ 2 സ്റ്റാൻസ മാത്രം എടുത്തത്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും പാർസികൾക്കുമൊക്കെ ഒന്നിച്ച് പാടാൻ കഴിയുന്ന ഒരു ഗാനമേ ദേശീയ ഗീതമാവൂ. നമ്മുടെ ദേശീയ ഗീതത്തിൽ വന്ദേ മാതരത്തിലെ 2 സ്റ്റാൻസേ ഉള്ളൂ. ദേശീയ ഗീതമായി അതേ അംഗീകരിച്ചിട്ടുള്ളൂ. അതിന് പുറത്ത് 4 സ്റ്റാൻസുകൾ എന്താണ്, BJPയുടെ ഹിന്ദു രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്, ഹിന്ദു മതരാഷ്ട്രവുമായി ബന്ധപ്പെട്ടതാണ്. അത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പാടേണ്ടി വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാമല്ലോ. ഞങ്ങൾക്ക് അങ്ങനെ അതിലെതിർത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട്. തമിഴ്നാട്ടിൽ അങ്ങനെ അതെ, ഒന്നും പറയുന്നില്ലല്ലോ. TVക്ക് കാണിച്ച ഒരു സെക്കുലറിസത്തോടുള്ള ഒരു ഉത്തരവാദിത്ത ബോധം പോലും VD സതീശൻ്റെല്ലോ. ഇദ്ദേഹം നേരത്തെ ഗോൾവാൾക്കറുടെ ഛായാചിത്രത്തിന് മുമ്പിൽ ഇന്ത്യൻ ഹിന്ദുമത രാഷ്ട്രവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രകാരനായ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൽ വിളക്ക് കത്തിച്ച് തൊഴുതുന്ന ആളാണ്. അത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് പ്രശ്നമായി അല്ലല്ലോ, അവരതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. നമ്മൾ ഭയപ്പെടുന്നത് VD സതീശൻ്റെ കീഴിലുള്ള ഈ UDF ഭരണത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഹിന്ദുത്വവാദികൾ അവരുടെ അജണ്ട ഇവിടെ ഓരോന്നായി നടപ്പാക്കും. കഴിഞ്ഞ 10 വർഷക്കാലം RSSൻ്റെ അജണ്ടയെ അതിശക്തമായി പ്രതിരോധിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്തത്. അപ്പോൾ ഫഹീം എന്നോട് ചോദിക്കും, PM ശ്രീ ഒപ്പിട്ടില്ലേ എന്ന്. അത് ഒപ്പിട്ട് തെറ്റായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള PM ശ്രീയിൽ ഒപ്പിടാൻ പറ്റില്ല. അത് പൊതുവായി ചർച്ചയായി വന്നപ്പോൾ എന്താണ് ഇടതുപക്ഷ മുന്നണി ചെയ്ത് മിണ്ടാതിരിക്കുകയാണോ? അല്ലല്ലോ.
ഇത് തെറ്റാണ് എന്ന് കണ്ട് തിരുത്തുകയാണ്, ആ കരാറിന് പിറകെ പോവുകയാണ്. എന്നാൽ ഇവിടെ PMC ഒപ്പിട്ടു, ഈ ഇടതുപക്ഷം BJPയുടെ അജണ്ട RSന്റെ അജണ്ട നടപ്പാക്കുകയാണെന്ന് ആക്ഷേപിക്കുന്ന മാന്യന്മാരുണ്ടല്ലോ. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും PMC ഒപ്പിട്ടതാണ്. കർണാടകയിൽ PMC ഇല്ലേ? രേവന്ത് റെഡ്ഡിയുടെ തെലങ്കാനയില്ലേ? ഹിമാചൽ പ്രദേശിൽ PMC ഒപ്പിട്ടത് കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തല്ലേ? രാജസ്ഥാനിൽ ആദ്യം ഒപ്പിട്ട സംസ്ഥാനമാണ് രാജസ്ഥാൻ. അശോക് ഗെഹ്ലോട്ട് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്താണ്. അപ്പോൾ കോൺഗ്രസ്സിന് എന്തുണ്ട്? ഒരു ഭാഗത്ത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CPMനെ കുറിച്ച് അപവാദം പറഞ്ഞ് അവർ മുസ്ലിം വിരുദ്ധരാണ്, ഇവർ CPMകാർ BJPയുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവളാണ് എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അവരുടെ അങ്ങേയറ്റം കുറ്റകരമായ BJP RSS ബാന്ധവത്തെ മറച്ചു പിടിക്കാനാണ് CPMനെതിരായിട്ട് ഇത്തരം ആരോപണം ഉന്നയിച്ചത്. ആ കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും നല്ല പ്രതിപക്ഷമായി ഇടതുപക്ഷത്തിന് വളരാൻ സാധിക്കട്ടെ. ഞങ്ങളുമായി തന്ന സമയത്തിന് നന്ദി. തീർച്ചയായും.